ഒരു ആശ്രമത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ആശ്രമത്തിലെ പൂച്ച കരഞ്ഞു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പ്രാർത്ഥനയ്ക്കിരിക്കുന്നവരുടെ ദേഹത്തൊക്കെ മുട്ടിയൊരുമി നടക്കുമായിരുന്നു. അന്തേവാസികളുടെ ഏകാഗ്രത നശിപ്പിക്കുന്ന ഇതൊരു പതിവായപ്പോൾ ആശ്രമാധിപനായ ഗുരു പ്രാർത്ഥനാവേളയിൽ പൂച്ചയെ അടുത്തു തന്നെ ഒരു സ്ഥലത്ത് കെട്ടിയിടാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ കുറെ നാൾ പ്രാർത്ഥനാവേളയിൽ പൂച്ചയെ കെട്ടിയിട്ടുകൊണ്ടിരുന്നു. കുറെ കാലം കഴിഞ്ഞ് ഗുരു മരിച്ചു പോയപ്പോഴും ആശ്രമവാസികൾ ഈ കീഴ്വഴക്കം പിന്തുടർന്നു. കുറച്ചു കാലം കഴിഞ്ഞ് പൂച്ചയും മരിച്ചുപോയി. അപ്പോൾ ആശ്രമവാസികൾ പരിഭ്രാന്തരായി. സന്ധ്യാപ്രാർത്ഥനാ സമയത്ത് ബന്ധനസ്ഥനാക്കാൻ ഒരു പൂച്ചയെ വേണമല്ലോ. അവർ ഉടനെ തന്നെ മറ്റൊരു പൂച്ചയെ സംഘടിപ്പിച്ച് സന്ധ്യാപ്രാർത്ഥനാ വേളയിൽ കെട്ടിയിടാൻ തുടങ്ങി. കുറെ വർഷങ്ങൾ കടന്നുപോയി. ശിഷ്യ പരമ്പരകൾ പിൽക്കാലത്ത് ഇതിനെക്കുറിച്ച് പ്രബന്ധങ്ങൾ എഴുതിയുണ്ടാക്കി. സന്ധ്യാപ്രാർത്ഥനാ സമയത്ത് സമീപത്തായി ഒരു പൂച്ചയെ കെട്ടിയിടുന്നതിൻ്റെ ആധ്യാത്മിക പ്രാധാന്യം വെളിവാക്കുന്നതായിരുന്നു പ്രബന്ധ വിഷയങ്ങൾ ഏറെയും. ഈ കഥയിലെ ഗുരു ആദ്യമായി പൂച്ചയെ കെട്ടിയിട്ടത് അത് പ്രാർത്ഥനയുടെ സമയത്ത് ശല്യം ഉണ്ടാക്കിയത് കൊണ്ടാണ്. എന്നാൽ തലമുറകളോളം ശിഷ്യന്മാർ ഇതിനെ കണ്ടത് വലിയൊരു ആധ്യാത്മിക പാരമ്പര്യമായിട്ടാണ്. നമ്മുടെ ചില മതാനുഷ്ഠാനങ്ങളും സാമൂഹിക ആചാരങ്ങളും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. ഇങ്ങനെ അർത്ഥമില്ലാത്ത ഒരുപാട് ആചാരങ്ങൾ നമ്മളൊക്കെ നിർവഹിക്കാറുണ്ട്. അന്തസത്തയില്ലാത്ത ആചാരങ്ങൾ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിവെച്ച ആചാരങ്ങൾ വർത്തമാന കാലത്തും പ്രസക്തിയുള്ളതാണോ എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്.